അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ ഒരു ഓണം എനിക്ക് വളരെ സ്പെഷ്യലാണ്. നൈലൂട്ടൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് പൂവൊന്നും വാങ്ങാത്തത് കൊണ്ട് തന്നെ വീട്ടിലും പുറത്തൊക്കെ ഉള്ള പൂ വെച്ചിട്ടാണ് അമ്മ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എണീറ്റ് വന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ നല്ല ചൂടുള്ള വെയിലാണ്. സിറ്റ് ഔട്ടിൽ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഉമ്മറത്ത് ഈ ഒരു കുടംപുളി ഉണക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങുന്ന കുടംപുളി ഇങ്ങനെയൊന്നുമല്ല, പക്ഷെ എന്താണാവും ഇവിടെ ഉണക്കുന്ന കുടംപുളിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുളിക്കാതെ തന്നെ കഴിച്ചു. കാരണം കുളിക്കാൻ നിന്നാൽ എൻ്റെ വിശപ്പ് അങ്ങ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ചപ്പാത്തിയും അതുപോലെ ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൺമഷിയൊക്കെ എഴുതി മോനെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മേധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ കൺമഷി വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ട്രഡീഷണലായിട്ട് കാജൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മോന് കണ്ണിൻ്റെ ഉള്ളിലൊന്നും എഴുതി കൊടുക്കാറില്ല, പക്ഷെ ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നാണെങ്കിൽ മുടി ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി. കാരണം ഇത്രയും ദിവസം നല്ല ഓയിലും അതുപോലെ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് മുടി നല്ല ഹെവിനെസ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു. അപ്പോൾ മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്നാണെങ്കിൽ നമുക്ക് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ടൊമാറ്റോ റൈസ് ആയിരുന്നു. ടൊമാറ്റോ റൈസ്, മുട്ട പൊരിച്ചത്, പപ്പടം ഇങ്ങനെ ഉപ്പേരി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.